ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നോ രണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ടു എ ലോങ് പീരീഡ്, അതായത് ഒരു കൂടുതൽ സമയത്ത് ഈ ഇതിലൊരു ഒന്നൊന്നല്ല ഒരു 4 ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്, 4ഓ അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം വലിച്ചിട്ടാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് എന്താ പറയുക, ടയേർഡ് ആയിരിക്കുക. അതായത് നമ്മളെ മനുഷ്യന്മാരാണ്, നമുക്ക് തളർച്ച ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഓഫീസിലൊക്കെ പോയി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കോളേജിലൊക്കെ പോയി വരുമ്പോൾ തളർച്ച ഉണ്ടാവും. പക്ഷേ ഈ തളർച്ച എന്താ പറയുക, ദിവസങ്ങളോളം ഇങ്ങനെ ബെഡിൽ തന്നെ കിടക്കാൻ തോന്നുക, വേറൊന്നും ചെയ്യാതിരിക്കാൻ തോന്നുക, ഒരു സിനിമക്ക് പോലും പോകണം എന്നുള്ളൊരു തോന്നലില്ലാതിരിക്കുക, ദിവസം ഇങ്ങനെ ചുമ്മാ ബെഡിൽ നിന്ന് ഇങ്ങനെ എഴുന്നേക്കാനുള്ള തോന്നലേ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മോശപ്പെട്ടൊരു ദിവസം ഉണ്ടാവും, അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ദിവസം ബെഡിൽ കിടന്ന് പിറ്റേ ദിവസം ആകെ ഒരു ഡൗൺ ആയി, പിന്നെ അതൊന്ന് ശരിയാവണം. ശരിയായില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ളൊരു സംഭവം നമ്മളുടെ മനസ്സിൽ വരും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്സ്, അതായത് നമ്മൾ പാസ്റ്റിൽ നടത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ഓരോന്നായിട്ട് ഒരുമാതിരി ചുരുക്കി പറഞ്ഞാൽ വാൾ വെച്ചത് എടുത്തും കയറ്റി വീണ്ടും നോക്കുന്ന പോലെയുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഫെയിലിയേഴ്സ്. നമ്മൾ തന്നെ നോക്കുന്ന ഒരു പരിപാടി. അത് നമ്മൾ കൂടുതൽ നോക്കിയിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മൾ ഇന്ന ഭാഗത്ത് എന്താ പറയുക ഫെയിലായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ തോന്നി നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് മറ്റേ KFCയുടെ ഫൗണ്ടറുടെ കഥയോ അല്ലാതെ മെക്ഡൊണാൾഡ്സിന്റെ ഫൗണ്ടറുടെ കഥയോ ഒക്കെ എടുത്ത് കയറ്റി ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ എത്ര വയസ്സിലാണ് ആ ഒരു ഫോർച്യൂൺ ഉണ്ടാക്കിയത്, അതിന് മുന്നത്തെ ഒരു ലൈഫ്. അല്ലാതെ ഈ ജാക്മാനെ നോക്കിയാൽ മതിയല്ലോ, അലിബാബയുടെ ഫൗണ്ടർ ജാക്മാനെ നോക്കിയാൽ തന്നെ അറിയാം. ആളെ എന്താ പറയാ, KFCയിൽ പോലും ആൾക്ക് പണിയിട്ടാൻ മനുഷ്യനാണ്. ഇപ്പൊ ചൈനയിലത്തെ ഏറ്റവും പൈസക്കാരൻ. അപ്പൊ നമുക്ക് അടുത്ത സിംറ്റത്തിലൊത്ത് കിടക്കാം. കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ മെമ്മറി. കോൺസെൻട്രേഷൻ കുറയുക, അതായത് നമ്മൾ മുന്നേ ഒരു കാര്യത്തിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ, അരമണിക്കൂറൊന്നല്ല, ഒരു 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ മനുഷ്യരെ കൊണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. എന്നാലും നമ്മളുടെ കോൺസെൻട്രേഷൻ ലെവൽ നമുക്ക് തന്നെ തോന്നുകയാണ്, കോൺസെൻട്രേഷൻ ലെവൽ വളരെയധികം കുറഞ്ഞ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു കാര്യത്തിലോട്ട് അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഓർമ്മ, അതായത് നമ്മളുടെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരാളുടെ പേര് പോലും നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ബുക്ക് വായിച്ചു കഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ വായിച്ചിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കഴിയാന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനുള്ള ഒരു ചാൻസസ് കൂടുതൽ, അത് ഡിപ്രഷന്റെ ഒരു ഭാഗമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പിന്നെ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, ഇൻസോമിയ എന്നൊക്കെ പറയില്ല, വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ഉറക്കം വരാതിരിക്കുക. അതായത് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാനേ പറ്റണില്ല എന്നുള്ള ഒരു സെറ്റപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഉറക്കം കൂടുക. ആ 2 പ്രശ്നങ്ങൾ, അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുക, അല്ലാന്നുണ്ടെങ്കിലോ ബെഡ് വന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഉറക്കം. ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും ഉറക്കം വരുന്നത്, കോളേജിൽ ചെന്നാലും ഉറക്കം വരുന്നത്, ക്ലാസ്സിൽ ചെന്നാലും ഉറക്കം വരുന്നത്, കൂട്ടുകാരന്മാരോടൊപ്പം പോകുമ്പോൾ വരെ ഉറക്കം വരുന്നത്, അങ്ങനെ പോകാനുള്ളൊരു ടെൻഡൻസി തന്നെ അങ്ങനെ കുറഞ്ഞ് ഉൾവലിയാണ്. അങ്ങനെയുള്ള അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഉറക്കം വരുന്നില്ല, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഇവിടെ ഒരു ഉഷാറില്ല, അങ്ങനത്തെ ഉള്ള ഒരു സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വെയിറ്റിൽ വേരിയേഷൻസ്. അതായത് സഡൻ ആയിട്ട് വെയിറ്റ് കൂടുക, അല്ലാന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് കുറയുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവല് തന്നെ ഉണ്ടാവും, അല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവല് വലിയ ഫ്ലക്ച്വേഷൻസ് വരില്ലല്ലോ. പെട്ടെന്ന് തന്നെ വെയിറ്റ് വീണ്ടും കൂടുക എന്നുണ്ടെങ്കിൽ, അതായത് വീണ്ടും വിശപ്പ് മാറാതെ ഇങ്ങനെ നമുക്ക് കൂടുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തീരെ വിശക്കാതിരിക്കുക. ആ 2 കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നുകൊണ്ട് തന്നെ കൂടുതൽ വിശന്ന് കൂടുതൽ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തീരെ വിശക്കാണ്ടിരിക്കുക. ഈ 2ഉം പ്രശ്നമാണ്. ഓക്കെ. പിന്നെ അടുത്ത കാര്യം, നത്തിങ് ബ്രിങ്സ് യു ഹാപ്പിനെസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കും. അതായത് നിങ്ങളെ കൂട്ടുകാരന്മാരൊപ്പം പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സിനിമക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം മര്യാദക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പണ്ട് എന്താ പറയുക കോമഡി കണ്ട് ചിരിച്ചിരുന്നിടത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു വൈബ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് തീരെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടണില്ല. അതായത് നിങ്ങളിത് ഡിസർവ് ചെയ്യണില്ല എന്നുള്ള ഒരു തോന്നലും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടാതിരിക്കുകയും കൂടെ ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് അതറിയാതെ നമുക്ക് ഹാപ്പി ആവാൻ സാധിക്കുന്നില്ല
പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ട്രബിളാണ്. അപ്പോൾ ഹാപ്പിനെസ് ഈസ് എന്താ പറയുക കീ ആണ് നമ്മളുടെ ഡിപ്രഷൻ മാറാനുള്ള. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് കിട്ടാനുള്ള വഴി തേടി പോകണം. ഓക്കെ. പിന്നെ ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്. നമ്മളുടെ മൂഡുകൾ ഇങ്ങനെ പെട്ടെന്ന് മാറാം. പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക. ദേഷ്യം വന്ന് ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കരച്ചിൽ വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ദേഷ്യം, എന്താ പറയുക വിഷമം, അതേപോലെയുള്ള സാഡ്നെസ്, പിന്നെന്താ പറയുക ഒരുപാട് ഫീലിങ്സ് ഇങ്ങനെ മിക്സ് ആയിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ അതും ഒരു ഇടങ്ങേറടിച്ച പരിപാടിയാണ്. പാനിക് അതൊക്കെ മാക്സിമൈസ് ചെയ്തത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പാനിക് അറ്റാക്ക് അല്ലാന്നുണ്ടെങ്കിൽ പാനിക് അറ്റാക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയും അത് വൈകിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിക് ഡിസോർഡേഴ്സ് വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞിട്ട് ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട്. ബട്ട് ഇത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ, അതായത് 1-2 കാര്യമൊന്നുമല്ല കേട്ടോ, ഇതൊരു 4, അതായത് ഇതിന്റെ മെജോറിറ്റി കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ലോങ് ടൈം, അതായത് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ, അതായത് ആഴ്ചകൾ, അതായത് മാസങ്ങൾ, ആ ഒരു സ്റ്റേറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് നോക്കുക, നല്ലപോലെ എക്സസൈസ് ചെയ്യുക, ശരീരം നന്നായിട്ട് നോക്കുക, അതേപോലെ തന്നെ നല്ലപോലെ കിടന്നുറങ്ങുക. അതായത് നല്ലപോലെ കിടന്നുറങ്ങാന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം കിടന്നുറങ്ങലല്ല, ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ആ ഒരു ടൈം കറക്റ്റായിട്ട് കിടന്നുറങ്ങുക. അതായത് ഉറക്കം കുറവുള്ളവരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. മറ്റേ സ്ലീപ്പ് മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏതൊരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിന്റെ പേര് ഞാൻ പറഞ്ഞു, അത് ലോഗിൻ ചെയ്താൽ അതിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് സ്ലീപ്പ് മ്യൂസിക്കുകൾ ഉണ്ടാവും. അതൊക്കെ വെച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങി പോയിക്കോളും. അത് കഴിഞ്ഞ് കറക്റ്റ് രാവിലെ ഇത്ര ടൈം, അതായത് ഒരു 8 മണിക്കൂറായിട്ട് കറക്റ്റ് ടൈമിന് എഴുന്നേക്കാൻ ശ്രമിക്കുക. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ് ഒക്കെ ചെയ്യുക. അതൊക്കെയാണ് എന്താ പറയുക നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ മെന്റലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ ചെയ്യുക. അത് എന്താ പറയാ ഒരുവിധപ്പെട്ട നമ്മളുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും യോഗ ചെയ്യാന്ന് പറയും. പക്ഷെ അത് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, സിനിമക്ക് പോവുക, കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു എന്താ പറയുക ഉൾവലിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മളുടെ ഒരു പഴയ ലൈഫ് സ്റ്റൈലിൽ എത്തുന്നതിനെ കുറച്ച് കഷ്ടപ്പെടാണ്ട് പറ്റില്ലല്ലോ. ആദ്യം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുക. നമുക്ക് വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നടക്കുക. ഡിപ്രഷൻ നമുക്കിപ്പോൾ അറിയാം നമ്മളെ ഒരു സ്റ്റേറ്റിലാണ്. അത് മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം നടക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതൊന്നും വലിയ രോഗമൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അത് കൂടുതൽ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ലൈഫ് എല്ലാത്തിനും അഡ്വാൻസ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിംറ്റംസ് ആരെങ്കിലും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പുറത്തിറങ്ങുക, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അത്രയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പക്കാവും. ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ കൂടുതലാവുക എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ് വരാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ സിംറ്റംസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണെന്ന് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല, എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി കണ്ടന്റുകൾ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZD ആണ്. അപ്പോൾ ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ടോപ്പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ബൈ.